നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ അച്ഛാ. മോളെ, അവള് ഫോൺ എടുത്തു. സമാധാനമായി. മോളെ, നിനക്ക് സുഖമാണോ? സുഖാച്ചാ. നിന്നെ ഞങ്ങൾ കുറെ തവണ വിളിച്ചിരുന്നു. നീ എടുക്കാതിരുന്നപ്പോ ആകെ പേടിയായി. പേടിക്കാനൊന്നുമില്ല അച്ഛാ. ജോലി തിരക്ക് കാരണ വിളിക്കാൻ പറ്റാത്തത്. ഇപ്പൊ തന്നെ ഞാൻ കമ്പനിയിൽ എത്തിയതേ ഉള്ളൂ. ഫോൺ ലോക്കറിൽ വെക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അച്ഛൻ വിളിച്ചത്. ഇന്നത്തെ മോളെ കൂടുതൽ ജോലി തിരക്കുണ്ടോ? നേരത്തെ ആണല്ലോ. വിഷു അല്ലേ, കൊറേ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അവളിന്ന് ജോലിക്ക് പോയോ? ഇങ്ങോട്ട് വന്നേ ഫോൺ. ആരോ വിഷുവായിട്ട് നീ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞങ്ങൾ എല്ലാരും ഇവിടെ കാത്തിരിക്കുക. നീ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പ എത്താനാ? എനിക്ക് ലീവ് കിട്ടുന്നു തോന്നില്ല അമ്മ. പാറു വിഷുവിന് വരുന്നില്ലെന്ന്. മോളെ, ഒരു ദിവസത്തേക്കെങ്കിലും നിനക്കൊന്ന് വന്നിട്ട് പൊക്കൂടെ? ഇതുവരെയുള്ള വിഷു നമ്മൾ ഒരുമിച്ചല്ലേ ആഘോഷിക്കാറുള്ളത്. എനിക്ക് നിങ്ങളെല്ലാരും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ജോലി തീരുമ്പോ തന്നെ രാത്രിയാവും. വിഷു ആയതുകൊണ്ട് ബസ്സിലും നല്ല തിരക്കായിരിക്കും. വിഷു ഇങ്ങനെ പോട്ടെ, നമുക്ക് ഓണം ഒരുമിച്ച് ആഘോഷിക്കാം. ശരി മോളെ. പിന്നെ ഇന്ന് കമ്പനിയിൽ ബോണസ് തരും. ഞാൻ അയച്ചുതരാട്ടോ. നീ വിടില്ലാതെ കാശ് മാത്രം കിട്ടിട്ട് എന്താ കാര്യം? ഞാനില്ലാത്തതിന്റെ ഒരു കുറവും അവിടെ ഉണ്ടാവരുത്. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാം പുതിയ ഡ്രസ്സ് എടുക്കണം. നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് പടക്കവും വാങ്ങിക്കൊടുക്കണം. എല്ലാരോടും എന്റെ അന്വേഷണം പറയണം. പറയാം മോളെ. പിന്നെ എല്ലാരും പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ചേച്ചിയുടെ ഫോണിൽ നിന്നും എന്നെ വീഡിയോ കോൾ ചെയ്യണം. ചെയ്യാം മോളെ. പാറു വയ്ക്കല്ലേ. ചേച്ചി. പാറു, നീ ഇപ്പോഴും പ്രിയന്റെ വീട്ടിൽ തന്നെയാണോ? അതെ. എത്ര നാളെന്ന് വെച്ചാ അവിടെ കഴിയുന്നേ? കൈലാഷ് സാറ് പുതിയ ഹോസ്റ്റൽ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ പ്രിയൻ ചേട്ടന്റെ വീട്ടിൽ നിൽക്കല്ലാതെ വേറെ വഴിയില്ല. അച്ഛനെ, നിന്നെ കുറിച്ച് നല്ല പേടിയുണ്ട്. അച്ഛൻ എങ്ങാനും നിന്നെ അന്വേഷിച്ച് ഹോസ്റ്റലിൽ വന്ന എല്ലാ സത്യവും പുറത്തു വരും. അതിനു മുമ്പ് പ്രശ്നങ്ങൾ തീർക്കാൻ നോക്ക്. ശരി. എനിക്ക് ജോലിക്ക് കയറാൻ സമയമായി. ഞാൻ ചേച്ചിയെ വിളിക്കാം. ശരി മോളെ. അത് കഴിയാറായോ? ഇപ്പൊ കഴിയും. പറു, ഇത് ഫസ്റ്റ് റൗണ്ട് പീസ് അല്ലേ? അതെ. ശരി, എല്ലാവർക്കും വേഗം കൊടുക്കും. അതെ, ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നീങ്ങിയാ പോരാ. കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. ഇങ്ങനെ പോയാ വിഷുവിന് കിട്ടിയ ഓർഡർ തീർക്കാൻ പറ്റില്ല. വെറുതെ സംസാരിച്ച് സമയം കളയാതെ വാങ്ങുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ നോക്ക്. നിഷ ചേച്ചിക്ക് അഹങ്കാരം വളരെ കൂടിയിട്ടുണ്ട്. വെള്ളം പോലും കുടിക്കാതെയാ ഇവിടെ ഉള്ളവർ പണിയെടുക്കുന്നത്. അപ്പൊ ഒന്ന് സമയം കളയാന്ന് പറഞ്ഞാ ദേഷ്യം വരില്ലേ? ദേഷ്യമൊക്കെ ബോണസ് കിട്ടുമ്പോ പൊയ്ക്കോളൂ. ബോണസ് കിട്ടിയിട്ട് വേണം മോന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവൻ ആഗ്രഹിച്ചതുപോലെ വിഷു ആഘോഷിക്കാൻ. ബോണസ് കിട്ടിയിട്ട് വേണം എന്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ. ഞാൻ അനിയനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. മോഹൻ ചേട്ടാ, എല്ലാരും ബോണസ് കിട്ടിക്കഴിഞ്ഞാല് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബോണസ് എത്ര കിട്ടും? ഒരു 2000 രൂപ കിട്ടോ? 2000? ഞങ്ങളുടെ നാട്ടിൽ അത്രയൊക്കെയാ കൊടുക്കാറ്. അത് നിന്റെ നാട്ടിലെ പാറു. ഇവിടെയൊക്കെ ഒരു മാസത്തെ ശമ്പള വിഷു ബോണസായി തരുന്നത്. ഒരു മാസത്തെ ശമ്പളോ? അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. വെറുതെ അല്ല എല്ലാവരും കൊറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്.
ഒരു മാസത്തെ ശമ്പളല്ലേ കിട്ടുന്നത്? ശരി ശരി, എല്ലാരും വേഗം ജോലി. പറു, ബാക്കി എല്ലാവർക്കും തുണി കൊടുക്ക്. ഇത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കഴിയുമല്ലോ അല്ലേ? ഇതെന്തായി? ഇതിപ്പോ കഴിയും. നിഷേ, ആ. വിഷുവിനുള്ള ഓർഡറൊക്കെ റെഡിയായോ? ആയി സർ, റെഡിയായി. എല്ലാവരും ജോലിയൊക്കെ നിർത്തിയിട്ട് ബോണസ് വാങ്ങാൻ വന്നോളൂ. സാവിത്രി ചേച്ചി, മോനെ കാണാൻ നേരത്തെ പോണെന്നല്ലേ പറഞ്ഞേ? മുന്നില് വന്ന് നിന്നോ? താങ്ക്സ് പാറു. ഉപ്പിട്ട് കാശ് മേടിച്ചുകൊണ്ട് പോകാൻ ഇനി പ്രത്യേകം പറയണോ? ഹയ്യടാ, ജോലി ചെയ്യാൻ പറഞ്ഞ ആളെ കാണില്ല. കാശ് കൊടുക്കാൻ പോകുമ്പോ ആദ്യം മുന്നിൽ തന്നെ വന്ന് നിന്നോളും. എന്തൊരു ജന്മടപ്പോ. ഒപ്പിട്ട് കൊണ്ടുപോ. എന്താ സാർ ഇത്? 1000 രൂപയുള്ളോ? ആ, ഇത്തവണ അത്രയൊക്കെ ഉള്ളൂ ബോണസായിട്ട്. അത്രേ ഉള്ളോ? അതെങ്ങനെ ശരിയോ? ആരും ബഹളം വെക്കണ്ട, നമുക്ക് സംസാരിക്കാം. എന്താ സാറേ ഇത്? സാധാരണ ഒരു മാസം ശമ്പളം അല്ലേ ബോണസായി കൊടുക്കാറ്? സാധാരണ കമ്പനി ലാഭത്തിലെ പോവാറ്. നിങ്ങളുടെ എല്ലാവരുടെയും കഴിവുകൊണ്ടേ അതിപ്പോ നഷ്ടത്തിലായി. മുക്ത മാഡത്തിന്റെ കരുണ കാരണ ഇത്രയെങ്കിലും ബോണസ് നിങ്ങൾക്ക് കിട്ടണത്. ഞാനായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്ന് കാശ് ഇങ്ങോട്ട് പിടിച്ചേ. കഴിഞ്ഞ മാസം മാത്രല്ലേ കമ്പനി നഷ്ടത്തിലായത്? വർഷം മുഴുവൻ നഷ്ടത്തിൽ ഓടിയ പോലെയാണല്ലോ സാറ് പറയുന്നത്. കമ്പനിക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം കിട്ടുമ്പോ ഞങ്ങൾക്ക് വിഹിതം തരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നഷ്ടം വരുമ്പോ മാത്രം അതിന്റെ പങ്ക് വഹിക്കണമെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? സാറിനോട് വെറുതെ തർക്കിക്കാനൊന്നും നിൽക്കരുത്. ആ പോസ്റ്റിനെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കണം.